ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ. അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ കെ രമ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. ഇരയ്ക്കൊപ്പമെന്ന് പറയുകയും വേട്ടക്കാർക്കൊപ്പം നിൽക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നതെന്ന് കെ രമ ആരോപിച്ചു. ക്യുസാറ്റ്, KCA പീഡന പരാതികളും ആലപ്പുഴയിൽ ദളിത് പെൺകുട്ടിയെ മർദ്ദിച്ചതും സഭയിൽ ഉയർത്തി കെ രമയുടെ പ്രസംഗം. വളരെ ഗുരുതരമാണ് സാർ ഈ കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ. ഇരയ്ക്കൊപ്പം നിൽക്കുകയും എന്ന് പറയുക വേട്ടക്കാരനൊപ്പം കിതക്കുകയും ചെയ്യാണ് സാർ ഈ സർക്കാർ. അതാണ് ഈ സർക്കാർ പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ നടക്കാൻ അതിവേഗ സ്പെഷ്യൽ കോടതി സ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാകണം സാർ. നീതി നിയമപരമായി ശിക്ഷിക്കപ്പെടാത്തത് കൊണ്ടാണ് സാർ കേസുകൾ കൂടുന്നത്. ഈ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് കൊണ്ടാണ് സാർ ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിച്ചു വരുന്നത്. മുഖ്യമന്ത്രിക്ക് പകരം കെ രമയുടെ നോട്ടീസിന് മറുപടി നൽകിയത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആയിരുന്നു. സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും അതിജീവിതമാർക്കൊപ്പമാണെന്നും മന്ത്രിയുടെ വിശദീകരണം. സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന സൈബർ സംഘങ്ങളെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണെന്നും മന്ത്രിയുടെ ആരോപണം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളിൽ ശക്തമായ നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും പോലീസിന്റെ അറിവിൽപ്പെടുന്നതുമായ എല്ലാ സംഭവങ്ങളിലും കേസ് രജിസ്റ്റർ ചെയ്ത് ഊർജിതമായ അന്വേഷണം നടത്തി പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ശാസ്ത്രീയവും പഴുതടച്ചതുമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. സർ, കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. സർ, അടിയന്തര പ്രമേയ നോട്ടീസിൽ 4 സംഭവങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതിലെല്ലാ കേസുകളിലും പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരികയാണ്. ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം തള്ളിയ പ്രതിപക്ഷ നേതാവ് CPIM, SFI, DYFI പ്രവർത്തകർ ഉൾപ്പെട്ട കേസുകൾ സഭയിൽ ഉന്നയിച്ചു. കാപ്പ കേസ് പ്രതിയെ മാലയിട്ട് സ്വീകരിച്ച മന്ത്രിയാണ് സഭയിൽ മറുപടി പറഞ്ഞതെന്നും പരിഹസിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പീഡനക്കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന നഴ്സിനെ സ്ഥലം മാറ്റിയ ആളാണ് ആരോഗ്യമന്ത്രിയെന്നും VD സതീശന്റെ രൂക്ഷ വിമർശനം. സർ, നമ്മുടെ ക്രൈം റെക്കോർഡ്സ് ഉണ്ട്. ക്രൈം റെക്കോർഡ്സിൻ്റെ ഡാറ്റ പരിശോധിച്ചാൽ അറിയാം, ഗൗരവതരമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഈ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ് എന്ന് നമുക്ക് വ്യക്തമാവും. ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ബോൾഡായി അതിന് മൊഴി കൊടുത്ത ആ സ്ത്രീയെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയ ആളാണ് ഈ ആരോഗ്യമന്ത്രി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. മുഖ്യമന്ത്രി മറുപടി പറയാത്തതിൽ കെ രമ ആക്ഷേപം ഉന്നയിച്ചു. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നൽകിയില്ല. പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. VA ഗിരീഷാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് ചേരുന്നത്. ഗിരീഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണ് സഭയിൽ ഇന്ന് അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയത്. മുഖ്യമന്ത്രിക്ക് പകരം ആരോഗ്യമന്ത്രി വിശദീകരണം നൽകിയതു മുതൽ സർക്കാരിൻ്റെ വിശദീകരണം ആകെ പ്രതിപക്ഷം നിരാകരിക്കുകയും ചെയ്തു. വലിയ തർക്കം, വലിയ വാക്കേറ്റം ഈ വിഷയത്തിൽ സഭയിൽ ഉണ്ടായല്ലോ അല്ലേ? വിജയകുമാർ, അടുത്തിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടന്ന ചില സംഭവങ്ങൾ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അതിക്രമം വർദ്ധിക്കുകയാണെന്നാണ് അടിയന്തര പ്രമേയ നോട്ടീസിൽ നൽകിയ കെ രമ ചൂണ്ടിക്കാട്ടിയത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അടുത്തിടെ നടന്ന ചില സംഭവങ്ങൾ കെ രമ ചൂണ്ടിക്കാണിക്കുകയുമുണ്ടായി. പക്ഷേ മുഖ്യമന്ത്രിക്കാണ് നോട്ടീസ് നൽകിയതെങ്കിലും മറുപടി പറഞ്ഞത് മന്ത്രി വീണ ജോർജ് ആയിരുന്നു. ഇത് തന്നെ സർക്കാരിൻ്റെ ഉദാസീനതയുടെ ഉദാഹരണമാണ് എന്നുള്ളതാണ് കെ രമ പറയുന്നത്. മുഖ്യമന്ത്രിയിൽ നിന്നാണ് പ്രതിപക്ഷം മറുപടി തേടിയത്. പക്ഷേ മുഖ്യമന്ത്രി നിയമസഭയിൽ ഉണ്ടായിട്ടും ഫ്ലോറിലേക്ക് വരാൻ കൂട്ടാക്കിയില്ല. കുസാറ്റിൽ കുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കേണ്ട ക്ഷേമകാര്യ സമിതി ചെയർമാൻ തന്നെയാണ് കുട്ടികളെ പീഡിപ്പിക്കുന്നതിൽ പ്രതിസ്ഥാനത്തുള്ളത് എന്നും കെ രമ ചൂണ്ടിക്കാണിച്ചു. മുൻ SFI നേതാവ് പെൺകുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു. പെൺകുട്ടി പരാതി നൽകിയിട്ടും പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയാണ് ചെയ്യുന്നത്. എത്ര ക്രൂരമാണ് ഈ നാട്ടിലെ സംഭവങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ടാണ് കെ രമ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. എന്നാൽ മന്ത്രി വീണ ജോർജ് പറഞ്ഞത് ഇത്തരം സംഭവത്തിൽ സർക്കാർ മുഖം നോക്കാതെ നടപടിയെടുക്കുന്നുണ്ട്. ഓരോ സംഭവത്തിലും സർക്കാർ പ്രതികളെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. മറ്റു ചില കേസുകളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ്. എന്നാൽ ഇതിനെ പ്രതിപക്ഷം എതിർക്കുകയാണ് ചെയ്യുന്നത്. ഇരയ്ക്കൊപ്പം ഉണ്ട് എന്ന് പറയുകയും അതോടൊപ്പം വേട്ടനായ്ക്കൊപ്പം കുതിക്കുകയും ചെയ്യുന്ന നയ സമീപനമാണ് സർക്കാരിൻ്റേത് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ കുറ്റപ്പെടുത്തൽ. തുടർന്നാണ് ഈ നേരത്തെ
വിജയകുമാർ ചൂണ്ടിക്കാണിച്ച പോലെ ICU പീഡന കേസിലെ പ്രതിയെ അതിന് പ്രതിയെ കൊടുക്കുന്നതിന് അല്ലെങ്കിൽ അവർക്ക് നിയമ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിന് സഹായമായ മൊഴി നൽകിയ ജീവനക്കാരി ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയ ആരോഗ്യമന്ത്രിയാണ് ഇത്തരത്തിൽ നിലപാട് പറയുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചത്. ഏതായാലും ഈ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിജയകുമാർ. യെസ്, വി എ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തു നിന്ന്. പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ച ഒരാരോപണത്തിന്റെ തുടർച്ചയാണ്. ആലപ്പുഴ പൂച്ചാക്കലിൽ ദളിത് പെൺകുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ 2 പ്രതികൾ അറസ്റ്റിലായി. 1-ാം പ്രതി ഷൈജു, സഹോദരൻ 2-ാം പ്രതി ശൈലേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ പ്രതിപക്ഷം ഈ വിഷയം അടക്കം നിയമസഭയിൽ ചൂണ്ടിക്കാട്ടിയതിന് പിന്നാലെയാണോ ഈ അറസ്റ്റ്? അങ്ങനെയാണെങ്കിൽ ഈ പ്രതികളെ പോലീസ് സംരക്ഷിച്ചു എന്ന പ്രതിപക്ഷ ആരോപണം ഏറെക്കുറെ നിലനിൽക്കുമല്ലോ, അല്ലേ? അതെ വിജയകുമാർ, അത് ഈ വിവരം പോലീസ് ആദ്യഘട്ടം മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല. പരാതി പെൺകുട്ടി കൊടുത്ത സമയത്ത് പോലും പോലീസ് ആദ്യഘട്ടത്തിൽ കേസെടുത്തിരുന്നില്ല. പിന്നീട് ഈ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി, മാധ്യമങ്ങളിൽ വാർത്തയായി. പിന്നീട് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഇടപെട്ടാണ് ഈ സംഭവത്തിൽ അന്വേഷിച്ച് കേസെടുക്കാൻ നിർദ്ദേശം നൽകുകയും അതിൽ പട്ടികജാതി പട്ടികവർഗ നിരോധന നിയമപ്രകാരം 6 പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആലപ്പുഴ പൂച്ചാക്കൽ പോലീസ് കേസെടുക്കുകയും പക്ഷേ കേസെടുത്ത ആദ്യഘട്ടത്തിൽ പോലും പ്രതികളെ പിടികൂടാൻ തയ്യാറായില്ല. ഈ പ്രതികൾക്കെതിരെ ഉയർന്ന ആക്ഷേപം, പ്രതികൾക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ട്, പ്രതികളുടെ ബന്ധുക്കൾ CPM-ന്റെ നേതാക്കളാണെന്നുള്ള വലിയ ആക്ഷേപം ഉയർന്നു. പക്ഷേ ചേർത്തലയിലെ CPM ഏരിയ സെക്രട്ടറി ഈ പ്രതികൾ ആരും CPM-ന്റെ അനുഭാവികളോ പാർട്ടി അംഗങ്ങളോ ഒന്നുമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇന്നലെ രംഗത്ത് വന്നിരുന്നു. പക്ഷേ പ്രതികളെ പിടികൂടാൻ പോലീസ് തയ്യാറായില്ല. പിന്നീട് ഇന്ന് രാവിലെയാണ് ഇന്ന് സഭയിൽ വടകര MLA KK രമയാണ് ഈ വിഷയം അടിയന്തര പ്രമേയ അനുമതി തേടി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമം തടയണമെന്ന വിഷയം ഉന്നയിച്ചപ്പോഴാണ് പൂച്ചാക്കലിലെ ഈ ദളിത് യുവതി 19-കാരിക്ക് മർദ്ദനമേറ്റ വിഷയം സഭയിൽ ഉന്നയിക്കുകയും അത് മന്ത്രി വീണ ജോർജാണ് ഇവരെ 2 പേരെ, കേസിൽ 6 പ്രതികളുണ്ട്, അതിൽ 2 പേർ, 1-ാം പ്രതി ഷൈജു, 2-ാം പ്രതി ശൈലേഷ് അടക്കം 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വിവരം ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്യുന്ന വിവരം മന്ത്രിയാണ് സഭയിൽ വ്യക്തമാക്കിയപ്പോഴാണ് വിവരം പുറത്തു വരുന്നത്. ഈ കേസിൽ 4 പേരെ കൂടി പിടികൂടാനുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പരാതി നിലാവിനെതിരെ, അത് ഈ 19-കാരി പെൺകുട്ടിക്കെതിരെയും ഈ പ്രതി പരാതി കൊടുത്തിട്ടുണ്ട്. അതിലും പോലീസ് 6 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ സംഭവം ഉണ്ടാകുന്നത് ഞായറാഴ്ച പകല് തൈക്കാട്ടുശ്ശേരി ചേർത്തല റോഡിൽ നടു റോഡിൽ വെച്ചാണ് ഒരു 19-കാരിയെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ 2 സഹോദരങ്ങളെയും 6 പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. പെൺകുട്ടിയെ വഴിയിലിട്ട് വലിച്ചിഴയ്ക്കുകയും ഒപ്പം തന്നെ അടിവയറ്റിലടക്കം ചവിട്ടുകയും ചെയ്തു. ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും പരാതി ലഭിച്ചിട്ടും പോലീസ് കേസെടുത്തിരുന്നില്ല. പിന്നീട് ഈ ദൃശ്യങ്ങൾ വലിയ ചർച്ചയായ പശ്ചാത്തലത്തിലായിരുന്നു കേസെടുക്കുകയും പിന്നീട് ഈ വിഷയം പിന്നീടും വലിയ വിവാദമായപ്പോഴാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ കൂടി തയ്യാറായത്. വിജയകുമാർ, ഈ അറസ്റ്റിലായ ആളുകളെ കോടതിയിൽ ഹാജരാക്കി അവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ടോ പോലീസ്? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ ലഭ്യമാണോ മനീഷ്? വിജയകുമാർ, ഈ സംഭവം ബന്ധപ്പെട്ട് പോലീസ് അറിയിക്കുന്നത് ഈ സംഭവത്തിന് മുൻപും പിൻപുമൊക്കെ തന്നെ അവിടെ കൂട്ടത്തല്ല് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പെൺകുട്ടി ഉന്നയിക്കുന്ന പരാതി മാത്രമല്ല, ഈ പ്രതിയുടെ ഭാര്യയ്ക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നിലവിൽ പോലീസ് FIR പ്രകാരം 6 പ്രതികൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളതെങ്കിലും കേസിൽ ഇനിയും പ്രതികളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ആ സ്ഥലത്തെ മർദ്ദന ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ച് വരികയാണെങ്കിൽ ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത. ഒപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ വാങ്ങിച്ചേക്കാം. എന്താണ് ഈ വിഷയം? ഒന്നാമത്തെ വിഷയം, പെൺകുട്ടി പട്ടികജാതി പട്ടികവർഗ നിരോധന നിയമം ഉള്ളതുകൊണ്ട് തന്നെ കൂടുതലായി ചോദ്യം ചെയ്യേണ്ടി വരും. ഒപ്പം തന്നെ മറ്റ് പ്രതികൾ ആരാണ്, ഈ 6 പേരല്ലാതെ മറ്റ് പ്രതികൾ ആരാണ്, അവരെയൊക്കെ തന്നെ FIR കൂടി ചേർക്കേണ്ടതുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യേണ്ട, കേസെടുക്കേണ്ട പശ്ചാത്തലമുണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് ആ ഒരു നടപടികളിലേക്ക് കൂടി നീങ്ങിയേക്കാം. ഇനി ഇതിൽ പ്രതിരോധത്തിലായിരിക്കുന്നത് CPIM ആണ്. കാരണം ഇതിൽ വലിയ ആക്ഷേപം ഉയരുന്നത് CPM-ന്റെ ഒരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കേസെടുക്കാനും അറസ്റ്റിലേക്ക് തന്നെ വൈകിയതെന്നാണ്. ഇനി ഈ പെൺകുട്ടിയുടെ ഭാഗത്താണെങ്കിൽ ഇന്നലെ പെൺകുട്ടിക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് അവിടെ BJP പ്രവർത്തകർ എത്തി. പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ ഈ പെൺകുട്ടിക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് രാഷ്ട്രീയ വിഷയമായി കൂടി മാറിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ പോലീസ് CPM-ന്റെ സ്വാധീനത്തിൽ എത്തി അവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. കേസെടുക്കാൻ പോലും ആദ്യഘട്ടത്തിൽ തയ്യാറായില്ലെന്ന വലിയ ആക്ഷേപമാണ് ഉയർന്നത്. എന്താണെങ്കിലും അവരുടെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വിജയകുമാർ.
ഒന്നാം പ്രതി ഷൈജു, അയാളുടെ സഹോദരൻ രണ്ടാം പ്രതി ശൈലേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ കൂടി പോലീസിന്റെ തിരക്കിട്ട ചില നടപടികളെന്ന് വേണം കരുതാൻ. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. വിവാഹമോചിതയായ മുസ്ലിം വനിതയ്ക്ക് ജീവനാംശത്തിന് അവകാശമുണ്ടെന്ന് സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് ഇന്നുണ്ടായിട്ടുണ്ട്. CRPC സെക്ഷൻ 125 വിവാഹിതരല്ലാത്ത സ്ത്രീകൾക്കും ബാധകമാണെന്നും കോടതി വ്യക്തമാക്കി. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, സുപ്രധാനമായ ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഈ ജീവനാംശം നൽകുന്നതിനെതിരെ ഒരു ഹർജി വരികയും ആ ഹർജി കോടതി നിരാകരിക്കുകയും ചെയ്തുകൊണ്ട് ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിമിനൽ നടപടികൾ എന്ന് വെച്ചാൽ ഈ CRPC സെക്ഷൻ അതാണല്ലോ. അപ്പോൾ നിയമപരമായി അത്തരം ക്രിമിനൽ നടപടികൾക്ക് പോകാനുള്ള അധികാരം, അവകാശം വിവാഹമോചിതയായ മുസ്ലിം യുവതികൾക്ക് ഉണ്ട് എന്നുകൂടിയാണ് കോടതി വ്യക്തമാക്കുന്നത് ഈ ഉത്തരവിലൂടെ, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഏറെ നിർണായകമായ ഒരു ഉത്തരവാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്ക് ക്രിമിനൽ നടപടിച്ചട്ടം, അതായത് CRPC സെക്ഷൻ 125 അനുസരിച്ച് ഭർത്താവിൽ നിന്നും ജീവനാംശം ലഭിക്കാൻ അവകാശമുണ്ട്, അല്ലെങ്കിൽ അതിനായി കോടതിയെ സമീപിക്കാൻ അവകാശമുണ്ട് എന്നാണ് സുപ്രീം കോടതി വിധി. വിവാഹമോചിതയായ ഭാര്യയ്ക്ക് മാസം 10,000 രൂപ ജീവനാംശം നൽകാനുള്ള ഹൈക്കോടതി വിധി അതിനെതിരായി തെലങ്കാന സ്വദേശിയായ മുസ്ലിം യുവാവ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ആ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു നിർണായക വിധി ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റിസ് BV നാഗരത്ന, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മഹിസ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഈ നിർണായകമായ വിധി. വിവാഹിതരായ സ്ത്രീകൾക്ക് മാത്രമല്ല, എല്ലാ സ്ത്രീകൾക്കും, വിവാഹമോചിതരായ സ്ത്രീകൾക്കടക്കം CRPC സെക്ഷൻ 125 ബാധകമാകും എന്നാണ് ജസ്റ്റിസ് നാഗരത്ന വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വിധിയിൽ. ജീവനാംശം തേടുന്നതിനുള്ള നിയമം മതം നോക്കാതെ വിവാഹിതരായ എല്ലാ സ്ത്രീകൾക്കും ബാധകമാണ് എന്ന് ഈ സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഭാര്യയെ പരിപാലിക്കുക എന്നത് ജീവകാരുണ്യമല്ല എന്നും അത് വിവാഹിതരായ സ്ത്രീകളുടെ അവകാശമാണ് എന്നുമാണ് സുപ്രീം കോടതി നിർണായകമായ വിധിയിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ ഇരു ജഡ്ജിമാരും വ്യത്യസ്തമായ രണ്ട് സമാനമായ ഉത്തരവുകളാണ് ഈ കേസിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ CRPC 125 വകുപ്പ് മുസ്ലിം സ്ത്രീകൾക്കും ബാധകമാണ് എന്ന് ഷാബാനു കേസിലും സുപ്രീം കോടതി വിധിച്ചിരുന്നു. എന്നാൽ പിന്നീട് അത് 1986 മുസ്ലിം സ്ത്രീ വിവാഹമോചന അവകാശ സംരക്ഷണ നിയമം ഇത് അസാധുവാക്കിയിരുന്നു. എന്നാൽ സുപ്രീം കോടതി ഇന്നത്തെ വിധി ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറെ നിർണായകമാണ്. വിജയകുമാർ. യെസ്, ക്രിമിനൽ നടപടി ചട്ടം 125 പ്രകാരം നിയമ നടപടിക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട് എന്നതാണ് സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട വിധി. അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ല എന്നുകൂടി കോടതി ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന പരാതിയിൽ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയെ CPM പുറത്താക്കിയേക്കും. കർശന നടപടിക്ക് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം CPM സംസ്ഥാന കമ്മിറ്റിക്ക് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പരാതി ലഭിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിന് പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ അന്വേഷിക്കും. തെറ്റായ പ്രവണത പാർട്ടി വെച്ച് പൊറുപ്പിക്കില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തെറ്റായ ഒരു പ്രവണതയെയും സംസ്ഥാന കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ ഏതെങ്കിലും കമ്മിറ്റിയോ അംഗീകരിക്കില്ല. ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പരാതി കിട്ടിയില്ല. ഒരു പരാതി ഇതുവരെ സംസ്ഥാന കമ്മിറ്റിക്ക് ഇത്തരത്തിലൊരു കോടതി സംബന്ധിച്ച് പരാതി കിട്ടിയില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് അന്വേഷണത്തിന്റെ ആവശ്യമില്ല. ഞങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഇനി എവിടെയെങ്കിലും പരാതിയും പ്രശ്നവും ഉണ്ടെങ്കിൽ അവിടെ അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. പരാതി വന്നാൽ പാർട്ടിയുടെ രീതിയിൽ പരിശോധിച്ച് അതിലെന്തെങ്കിലും തെറ്റും അതുപോലെ എന്തെങ്കിലും കുഴപ്പവും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതിനാവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും. അത്രയേ ഉള്ളൂ കാര്യം. പരാതി ലഭിച്ചിട്ടില്ലെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ ആവർത്തിച്ചു. എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ. ഒരറിവുമില്ല എന്ന് പറഞ്ഞാൽ എല്ലാം ഇതിൽ അടങ്ങിയില്ലേ. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഇനി തെറ്റായ ഏതൊക്കെ പ്രവണത നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ? മാധ്യമങ്ങൾ എടുക്കേണ്ട ആരെങ്കിലും തരീ. അതേസമയം വിഷയം മൂടിവെക്കാൻ CPIM-ഉം സർക്കാരും ശ്രമിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്,
ഇക്കാര്യത്തിൽ എന്താണ് ഇപ്പോൾ MV ഗോവിന്ദൻ പറയുന്നത്? സംസ്ഥാന കമ്മിറ്റിക്ക് അത്തരം ഒരു പരാതി ലഭിച്ചിട്ടില്ല. എവിടെയെങ്കിലും ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ അത് അന്വേഷിക്കും എന്ന് പറയുന്നു. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആവർത്തിച്ച് പറയുന്നു അത്തരം ഒരു പരാതി ലഭിച്ചിട്ടില്ല. നിങ്ങളുടെ കൈവശം വല്ല പരാതിയും ഉണ്ടെങ്കിൽ പരിശോധിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഈ പരാതി പുറത്തു വരില്ല, അല്ലെങ്കിൽ ഇനി അതിന്മേൽ ഒരു ചർച്ചയും പാർട്ടിക്കകത്ത് നടക്കില്ല എന്ന് ഉറപ്പിക്കുന്നുണ്ടോ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ, ഘടകങ്ങൾ? വിജയകുമാർ, സ്വാഭാവികമായും അങ്ങനൊരു പരാതി ജില്ലാ കമ്മിറ്റിയിലെങ്കിലും എത്തി, അതിനുശേഷം ഒരു നടപടി എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അത് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല എന്നുള്ളൊരു പ്രതീതി പുറത്തേക്ക് വരുന്നത് CPM-നെ സംബന്ധിച്ചത് വലിയ പ്രശ്നമുണ്ടാക്കും, അതല്ലെങ്കിൽ നാണക്കേടുണ്ടാക്കും. പ്രതിപക്ഷം കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചതാണ്, നിങ്ങളെ ചൂണ്ടിക്കാണിച്ചാണ് പണം വാങ്ങുന്നത്, അതിൽ ഒരു പരാതി കിട്ടിയോ ചെയ്യാതെ നിങ്ങൾ ആ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്ന് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും ആ പ്രതിസന്ധി CPM മുന്നിൽ കാണുന്നുണ്ട്. അതേസമയം ഈ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അംഗത്തിൽ നിന്നടക്കം പുറത്താക്കുന്ന നടപടികളിലേക്ക് കടക്കാൻ ചില ആലോചനകൾ CPM-ൽ നടക്കുന്നു. അങ്ങനെ ഒരു ധാരണയിലേക്ക് CPM എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും ആ നടപടി എടുത്തില്ലെങ്കിൽ അത് വരും ദിവസങ്ങളിൽ പാർട്ടിക്ക് വലിയ തരത്തിലുള്ള ദോഷം ചെയ്യും. മാത്രവുമല്ല പ്രതിപക്ഷത്തിന്റെ കയ്യിൽ വെട്ടിവെച്ചു കൊടുക്കുന്ന ഒരു വടിയായി ഇത് മാറും എന്നുള്ള ഭയപ്പാട് CPM-നെ സംബന്ധിച്ചിട്ടുണ്ട്. ആ ഭയപ്പാടിന്റെ അടക്കം അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ നടപടി എടുത്തുകൊണ്ട് നീങ്ങാം എന്നുള്ളൊരു തീരുമാനം CPM സംസ്ഥാന നേതൃത്വം കൈക്കൊള്ളുകയും അതിനനുസരിച്ച് ചില നിർദ്ദേശങ്ങൾ ജില്ലാ നേതൃത്വത്തിന് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം കാര്യമായി ചില കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ജില്ലാ നേതൃത്വം ഏതെങ്കിലും തരത്തിലൊരു സഹകരണം, അതല്ലെങ്കിൽ ഇതിലൊരു പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ ഏതെങ്കിലും തരത്തിലൊരു വൈമുഖ്യം കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധനയ്ക്ക് CPM ഒരുങ്ങുന്നുണ്ട്. വിജയകുമാർ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. CBIയെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് പശ്ചിമ ബംഗാൾ സർക്കാർ നൽകിയ ഹർജി തള്ളണമെന്ന കേന്ദ്രത്തിന്റെ ആവശ്യം സുപ്രീം കോടതി നിരാകരിച്ചു. ഫെഡറൽ സംവിധാനത്തിൽ ദൂരവ്യാപക സ്വാധീനമുണ്ടാക്കുന്ന വിഷയമെന്ന് കോടതി നിരീക്ഷിച്ചു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അച്യുതൻ, എന്താണ് ഇക്കാര്യത്തിൽ കോടതി സൂചിപ്പിച്ചത്? ഏത് സാഹചര്യത്തിലാണ് ഈ ഹർജി നിലനിൽക്കുമെന്നൊരു നിഗമനത്തിലേക്ക് സുപ്രീം കോടതി എത്തിയത്? വിജയകുമാർ, ഈ സന്ദേശ് ഖാനിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് CBI അന്വേഷണം ഏറ്റെടുക്കുകയും തുടർന്നത് ഒരു സർക്കാർ CBIയുമായുള്ള ഒരു പ്രത്യക്ഷ പോരിലേക്ക് അവിടെ കടക്കുകയും ചെയ്തു. ഒടുവിലാണ് ബംഗാൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ CBIയെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ ഭരണത്തിന്മേൽ കൈകടത്തുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ബംഗാൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഒപ്പം തന്നെ പല കാര്യങ്ങൾ CBIക്കെതിരായുള്ള ആരോപണങ്ങളും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ ഹർജിയിലാണ് ഈ കേന്ദ്ര സർക്കാർ ഉന്നയിച്ചത്. ഈ ഹർജി തള്ളണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. എന്നാൽ ആ കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം ഇപ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ചിട്ടില്ല. മറിച്ച് ബംഗാൾ സർക്കാർ നൽകിയ സ്യൂട്ട് ഹർജി അത് നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. അതായത് ഫെഡറലിസത്തിൽ ദൂരവ്യാപകമായി സ്വാധീനമുണ്ടാക്കുന്ന വിഷയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ സുപ്രീം കോടതി വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും ഓഗസ്റ്റിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് കേന്ദ്ര സർക്കാർ ഉയർത്തുന്ന പ്രശ്നങ്ങളും സംസ്ഥാന സർക്കാർ ഉയർത്തുന്ന പ്രശ്നങ്ങളും ലിസ്റ്റ് ചെയ്ത ശേഷം സെപ്റ്റംബറിൽ ഈ ഹർജി പരിഗണിക്കാമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ. CBIയെ കേന്ദ്രം ദുരുപയോഗം ചെയ്യുന്നു എന്നതായിരുന്നു പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ ഹർജി. ആ ഹർജി നിലനിൽക്കില്ല എന്നതായിരുന്നു കേന്ദ്രം കോടതിയെ അറിയിച്ചത്. പക്ഷേ അത്തരമൊരു ഹർജി നിലനിൽക്കുമെന്നും അതിൽ വിശദമായ വാദം കേൾക്കണമെന്നുമുള്ള നിലപാട് സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാണ് കോടതിയുടെ നിരീക്ഷണം. ഓഗസ്റ്റിൽ വീണ്ടും വിശദമായ വാദം കേൾക്കും സുപ്രീം കോടതി ഈ ഹർജിയിൽ. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര ഗ്രാന്റിൽ 3 വർഷം കൊണ്ട് 19,000 കോടി രൂപയുടെ കുറവുണ്ടായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തനതു വരുമാനം 56% വർദ്ധിപ്പിച്ചാണ് സംസ്ഥാനം പിടിച്ചു നിന്നത്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കും. പെൻഷൻ തുക കൂട്ടാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. 2020-21 31,068 കോടി രൂപയായിരുന്ന കേന്ദ്ര സർക്കാർ ഗ്രാന്റുകൾ 2023-24 12,068 കോടി രൂപയായി കുറഞ്ഞു. 3 വർഷ കാലയളവിൽ 19,000 കോടി രൂപയുടെ കുറവാണ് കേന്ദ്ര ഗ്രാന്റ് ഇനത്തിൽ കുറവുണ്ടായിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ പ്രതികൂല സമീപനത്തിനിടയിലും സംസ്ഥാനം തനത് നികുതി വരുമാനം കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് 56% വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് സാമ്പത്തിക കാര്യത്തിൽ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാനായത്. ക്ഷേമാനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഈ കുടിശ്ശിക നിവാരണം ഒരു സമയബന്ധിത പരിപാടിയായി ഏറ്റെടുത്ത്
നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ട്, പ്രത്യേകിച്ച് ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കണം. പെർണം തുരങ്കത്തിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് കേരളത്തിൽ നിന്ന് പുറപ്പെട്ട 3 ട്രെയിനുകൾ കൂടി വഴിതിരിച്ചുവിട്ടു. പൂർണ്ണ, മംഗള, രാജധാനി എക്സ്പ്രസ്സുകളുടെ റൂട്ടിലാണ് മാറ്റം. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ടു നിന്ന്. രാഹുൽ, ഇന്ന് രാവിലെ മുതൽ തന്നെ കൂടുതൽ ട്രെയിനുകൾ യാത്ര വൈകുകയോ വഴി തിരിച്ചുവിടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ പ്രശ്നം എപ്പോൾ പരിഹരിക്കുമെന്നതിൽ എന്തെങ്കിലും വിശദീകരണം ദക്ഷിണ റെയിൽവേ നൽകുന്നുണ്ടോ? വിജയകുമാർ, ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നാണ് റെയിൽവേയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി 10 മണിക്കും പുലർച്ചെ 2 മണിക്കും 2 തവണയായിട്ടാണ് ഈ പാതയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 12 മണിക്കൂർ പിന്നിടുകയാണ്. ശ്രമങ്ങൾ തുടരുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി ഭാഗികമായെങ്കിലും യാത്ര പുനരാരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് റെയിൽവേ ഉള്ളത്. ഏറ്റവും ഒടുവിൽ 3 ട്രെയിനുകൾ കൂടിയാണ് വഴിതിരിച്ചു വിട്ടിട്ടുള്ളത്. കേരളത്തിൽ നിന്നും ഇന്നലെ സർവീസ് ആരംഭിച്ച് ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളാണ് വഴിതിരിച്ചു വിട്ടുള്ളത്. അത് ട്രെയിൻ നമ്പർ 221-49 എറണാകുളത്ത് നിന്നും ഇന്നലെ പുറപ്പെട്ട എറണാകുളം പൂനെ പൂർണ്ണ വീക്ലി എക്സ്പ്രസ് ആണ് മഡ്ഗോൺ ലോണ്ട വഴി തിരിച്ചുവിട്ടുള്ളത്. അതോടൊപ്പം 126-17 എറണാകുളം നിസാമുദ്ദീൻ മംഗള എക്സ്പ്രസും മഡ്ഗോണിൽ നിന്നും ലോണ്ട വഴിയായിരിക്കും സർവീസ് നടത്തുക. അതോടൊപ്പം 124-31 തിരുവനന്തപുരത്ത് നിന്നും നിസാമുദ്ദീനിലേക്ക് പോയ രാജധാനി എക്സ്പ്രസും മഡ്ഗോണിൽ നിന്നും ലോണ്ട വഴി സർവീസ് നടത്തുന്നു. അങ്ങനെ 10 ട്രെയിനുകളാണ് കേരളത്തിൽ നിന്നും സർവീസ് ആരംഭിച്ച ട്രെയിനുകൾ വഴിതിരിച്ചു വിട്ടിട്ടുള്ളത്. ഇവയിൽ പലതും 10 മണിക്കൂർ മുതൽ 20 മണിക്കൂർ വരെ വൈകി ഓടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കേരളത്തിലേക്ക് വിവിധയിടങ്ങളിൽ നിന്നും പുറപ്പെട്ട 6 ട്രെയിനുകളും ഇപ്പോൾ വൈകി ഓടുകയാണ്. ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കൂടുതൽ ട്രെയിനുകൾ വൈകി ഓടും അല്ലെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യുമെന്ന വിവരങ്ങൾ കൂടിയാണ് റെയിൽവേയുടെ പക്കൽ നിന്നും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. വിജയകുമാർ. യെസ്, പെർണം തുരങ്കത്തിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് കേരളത്തിൽ നിന്ന് പുറപ്പെട്ട ട്രെയിനുകൾ വഴിതിരിച്ചു വിടുകയാണ്. ഏറ്റവും ഒടുവിൽ പൂർണ്ണ, മംഗള, രാജധാനി ഈ എക്സ്പ്രസ്സുകളുടെ റൂട്ടിലാണ് മാറ്റമുണ്ടായിരിക്കുന്നത്. ഈ വർഷകാലത്ത് കൊങ്കൺ റൂട്ടിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം സാധാരണ ഇത്തരം പ്രതിസന്ധികൾ നേരിടാറുണ്ട്. അത് ഇത്തവണയും ആവർത്തിക്കുന്നു. പല ട്രെയിനുകളും 10-15 മണിക്കൂറൊക്കെ വൈകി ഓടുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.